എസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന ടോപ്പിക്കാണ്. ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഓർ OSD, otherwise called passing side distance. It is the minimum distance open to the vision of driver of the vehicle intending to overtake the slow vehicle ahead, safety against the traffic in opposite direction. അതായത് ഒരു സ്ലോ മൂവിങ് വെഹിക്കിളിനെ ഓവർടേക്ക് ചെയ്യാനിരിക്കുന്ന ഒരു വണ്ടി, അതിലെ ഡ്രൈവറിനെ വിസിബിൾ ആയിരിക്കേണ്ട ഒരു മിനിമം ഡിസ്റ്റൻസ്, അതിനെയാണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്? സ്പീഡ് ഓഫ് ഓവർടേക്കിംഗ് വെഹിക്കിൾ, സ്പീഡ് ഓഫ് ഓവർടേക്കൺ വെഹിക്കിൾ, സ്പീഡ് ഓഫ് വെഹിക്കിൾ കമ്മിങ് ഫ്രം ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് ടു ലൈൻ റോഡ് ആണെങ്കിൽ മാത്രമാണ് വെഹിക്കിൾ കമ്മിങ് ഫ്രം ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൺസിഡർ ചെയ്യേണ്ടത്. അതുപോലെ സ്പേസിങ് ബിറ്റ്വീൻ ഓവർടേക്കിംഗ് ആൻഡ് ഓവർടേക്കിംഗ് വെഹിക്കിൾ, ഓവർടേക്ക് ചെയ്യുന്ന വണ്ടിയുടെയും ഓവർടേക്ക് ചെയ്യപ്പെടേണ്ട ആ വണ്ടിയുടെയും ഇടയിലുള്ള സ്പേസ്. അതുപോലെ സ്കിൽ ആൻഡ് റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ, റേറ്റ് ഓഫ് ആക്സലറേഷൻ ഓഫ് ഓവർടേക്കിംഗ് വെഹിക്കിൾ. അപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യാനിരിക്കുമ്പോൾ നമ്മളെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണം. ആ ഒരു ആക്സലറേഷൻ റേറ്റ് ഒരു ഫാക്ടറാണ്. അതുപോലെ ഗ്രേഡിയൻ്റ് ഓഫ് റോഡ്, ലെവൽഡ് റോഡാണോ അല്ലെങ്കിൽ അസെൻഡിങ് റോഡാണോ ഡിസെൻഡിങ് റോഡാണോ, ഇത്തരം കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഇനി അനാലിസിസ് ഓഫ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് നോക്കാം. നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയാണ് മറ്റൊരു വണ്ടിയെ ഓവർടേക്കിംഗ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടിയെ A എന്ന് ഡിനോട്ട് ചെയ്യാം. അതുപോലെ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോകുന്ന വണ്ടിയെ B എന്നും ഡിനോട്ട് ചെയ്യാം. നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോകുന്ന വണ്ടി അപ്പോൾ സ്ലോ ആക്കും. അതുപോലെ തന്നെ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോകുമ്പം ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന, ഇപ്പോൾ ടു ലൈൻ റോഡാണെങ്കിൽ ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന വണ്ടിയെ നമ്മൾ എന്ത് ചെയ്യുക, C എന്ന് ഡിനോട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ഓവർടേക്കിംഗ് ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള റിയാക്ഷൻ ടൈം, അതായത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു സമയം, അതിനെ സ്മോൾ ലെറ്റർ T എന്ന് ഡിനോട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ഓവർടേക്കിംഗ് തുടങ്ങി ഓവർടേക്കിംഗ് കംപ്ലീറ്റ് ആകുന്നത് വരെയുള്ള ഒരു സമയത്തെ ക്യാപിറ്റൽ T എന്നും ഡിനോട്ട് ചെയ്യുക, ടൈം റിക്വയർഡ് ഫോർ ഓവർടേക്ക്. അതുപോലെ സ്ലോ മൂവിങ് വെഹിക്കിളിൻ്റെ വെലോസിറ്റിയെ VB എന്നും ഡിനോട്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ ഫിഗറിലേക്ക് നോക്കാം. സെൻട്രലിലുള്ള ഫിഗറിലേക്ക് നമ്മൾ പറഞ്ഞ A എന്ന് പറഞ്ഞ വണ്ടിയാണ് നമ്മൾ. അതിൻ്റെ ഒരു 3 പൊസിഷൻ, നമ്മളെ വണ്ടിയുടെ 3 പൊസിഷൻ ഇവിടെ ശ്രദ്ധിക്കുക. A1, പിന്നെ കുറച്ച് മൂവ് ചെയ്തു, പിന്നെ B എന്ന് പറഞ്ഞ വണ്ടിയാണ് ഓവർടേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ബീൻ്റെ ആദ്യത്തെ പൊസിഷനാണ് B1 to B2. ബി എന്ന് പറഞ്ഞ വെഹിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം, സ്ലോ മൂവിങ്. അത് B1 നിന്ന് B2 ആകുന്നത് വരെ ഫസ്റ്റ് നമ്മൾ A1 നിന്ന് A2ലേക്ക് പോയി, പിന്നെ A2ൽ നിന്ന് ഓവർടേക്കിംഗ് ഓപ്പറേറ്റ് ചെയ്ത് A3യിലെത്തി. അപ്പോൾ അതുപോലെ തന്നെ ഓപ്പോസിറ്റിംഗ് ഡയറക്ഷൻ എന്ന് വരുന്ന C1 to C2 എന്ന ആ വണ്ടി, C എന്ന വണ്ടിയാണല്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പൊസിഷനാണ് C1, പിന്നെ ലാസ്റ്റ് പൊസിഷൻ C2. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. ഇനി ടൈം ഫോർ A1 A2 ഈസ് ഈക്വൽ ടു T, നമ്മൾ സ്മോൾ T. നമ്മൾ പറഞ്ഞു ഓവർടേക്കിംഗ് ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള ഒരു സമയം, നമ്മൾ ആ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്, നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നത് ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു റിയാക്ഷൻ ടൈമിനെ സ്മോൾ ലെറ്റർ T എന്ന് പറയും. A1 A2 ആ ഒരു സമയം. അതുപോലെ A2 to A3 എന്നല്ല, A2 to A3, അതായത് ഓവർടേക്കിംഗ് ഓപ്പറേഷൻ നടക്കുന്ന സമയം, അതിനെ ക്യാപിറ്റൽ ലെറ്റർ T എന്ന് ഡിനോട്ട് ചെയ്യും. അതുപോലെ ഇവിടെ S എന്ന് കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, S എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയും അതുപോലെ ഓവർടേക്ക് ചെയ്യുന്ന വണ്ടി ഉണ്ടല്ലോ, മുമ്പിലുള്ള ഓവർടേക്ക് ചെയ്യാൻ പോകുന്ന വണ്ടി, അതിൻ്റെയും ഇടയിലുള്ള ആ സ്പേസിങ്, അതിനാണ് S എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓവർടേക്കൻ ആൻഡ് ഓവർടേക്കിംഗ് വെഹിക്കിൾസ്. ഇനി D1 എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ A ഡ്യൂറിങ് T ഫ്രം A1 to A2 ബിഫോർ ഓവർടേക്ക് B. D1 എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർടേക്ക് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടി A1 എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്ന് A2ലേക്ക് മൂവ് ചെയ്യുക. അത് സ്മോൾ ലെറ്റർ T സെക്കൻഡ് കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു ഇതിനെ നമ്മൾ സിമ്പിളായിട്ട് D1 എന്ന് ഡിനോട്ട് ചെയ്യുക, A1 to A2ലേക്ക് പോകുന്നത്. അതുപോലെ D2 എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ T എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈമിൽ
നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ടൈമിൽ A2 to A3, അതായത് ആക്ച്വൽ ഓവർടേക്കിംഗ് ടൈം, നമ്മൾ ഓവർടേക്കിംഗ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ സഞ്ചരിക്കുന്ന ദൂരത്തെ D2 എന്നും പറയും. അതുപോലെ D3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ C ഫ്രം C1 to C2 ഡ്യൂറിങ് T, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് വരുന്ന വണ്ടിയുടെ ആ ഒരു ഡിസ്റ്റൻസ്. ഇത്രയേ ഉള്ളൂ. സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ D1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മോൾ ലെറ്റർ T സെക്കൻഡ് കൊണ്ട് നമ്മൾ A1 to A2ലേക്ക് പോകുന്നത്, അതായത് ഓവർടേക്കിങ്ങിൻ്റെ മുമ്പ്. ഇനി ഓവർടേക്കിൻ്റെ ശേഷമുള്ളതാണ് D2 എന്ന് പറയുന്നത്, A2 നിന്ന് A3ലേക്ക് പോകുന്നത് ക്യാപിറ്റൽ ലെറ്റർ T എന്ന ഒരു ടൈമിലാണ്. അതുപോലെ D3 എന്ന് പറയുന്നത് C ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്ന C1 നിന്ന് C2ലേക്ക് പോകുന്ന ആ ഒരു ദൂരം. അതൊക്കെ ഫിഗറിൽ കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇനി കൺസിഡർ ചെയ്യേണ്ട കാര്യം സ്പീഡ് ഓഫ് എന്ന് വെച്ചാൽ V ആണ്. അതേ സ്പീഡ് തന്നെ ആയിരിക്കും ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വെഹിക്കിളിനുണ്ടാവുക. സ്പീഡ് ഓഫ് V മീറ്റർ പെർ സെക്കൻഡ്. ഇനി സ്പീഡ് ഓഫ് B എന്ന് വെച്ചാൽ VB എന്ന് കൺസിഡർ ചെയ്യണം. ഇനി VB അഥവാ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ VB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VB ഈക്വൽ ടു V മൈനസ് 45 മീറ്റർ പെർ സെക്കൻഡ്. ഇനിയിപ്പോൾ കിലോമീറ്റർ ഹവറാണ് തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ V മൈനസ് 16 കിലോമീറ്റർ പെർ ഹവർ. അതാണ് സ്പീഡുകൾ. അതുപോലെ തന്നെ S എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A1 B1 ഈക്വൽ ടു B2 A3. S എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, മിനിമം സ്പേസിങ് ബിറ്റ്വീൻ ടു വെഹിക്കിൾസ്, രണ്ട് വെഹിക്കിൾസ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണാനുള്ള ഇക്വേഷനാണ് S ഈക്വൽ ടു 0.7 VB പ്ലസ് 6 മീറ്റർ. ഇതാണ് S കാണാനുള്ള ഇക്വേഷൻ. നമുക്ക് ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ, A2 A3 ഈക്വൽ ടു A2 A3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓവർടേക്കിംഗ് ചെയ്യുന്ന സമയം അതിനെ D2 എന്ന് സിംപ്ലി ഡിനോട്ട് ചെയ്തു. അതുപോലെ A2 A3 ഈക്വൽ ടു S പ്ലസ് B പ്ലസ് S. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ B എന്ന വെഹിക്കിൾ സഞ്ചരിച്ച ദൂരം, പിന്നെ അതിൻ്റെ ആ ഒരു മുൻപിലും പുറകിലും ഉണ്ടായിരുന്ന ആ സ്പേസ്, അതാണ് S എന്നുള്ളത്. അപ്പോൾ 2S പ്ലസ് B, അതാണ് A2 A3. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി D2 ഈക്വൽ ടു B പ്ലസ് 2S എന്ന് കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് ഡിനോട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർടേക്കിംഗ് ചെയ്യാൻ പോകുന്ന വണ്ടിയാണ്. അപ്പോൾ ഓവർടേക്കിംഗ് ചെയ്യപ്പെടേണ്ട വണ്ടിയെ നമ്മൾ ഹോൺ അടിക്കുമ്പോൾ അതിൻ്റെ ഫാസ്റ്റ് കുറയുന്നുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് വേണം ഈ അനാലിസിസ് ചെക്ക് ചെയ്യാൻ. അതുപോലെ അടുത്ത സ്റ്റെപ്പ് നോക്കാം. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ A ഡ്യൂറിങ് റിയാക്ഷൻ ടൈം ഈക്വൽ ടു D1. നമുക്കറിയാം റിയാക്ഷൻ ടൈം D1 ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം, അതായത് VB ഇൻറ്റു T. അതാണ് ഒരു റിയാക്ഷൻ ടൈം പറയുന്നത്. അതുപോലെ ഫ്രം A2 വെഹിക്കിൾ സ്റ്റാർട്ട് ആക്സിലറേറ്റ് ആൻഡ് സ്റ്റാർട്ട് ഓവർടേക്കിംഗ് ദ vehicle B and then come into same lane at A3. A2 A3 equal to D2. അതായത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഓവർടേക്കിംഗ് ചെയ്യുന്ന സമയം ഉണ്ടല്ലോ, അതിനെ D2 ഈക്വൽ ടു A2 A3. അതിലത്തെ D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷനാണ് പറയുന്നത് VBT, അതായത് വെലോസിറ്റി ഇൻറ്റു T നമുക്ക് കിട്ടിയല്ലോ, അതിനോടുകൂടെ 0.5 ഹാഫ് AT² കൂടെ കൂട്ടിയാൽ മതി ആ ഒരു ഓവർടേക്കിംഗ് ചെയ്യുന്ന ദൂരം കിട്ടാൻ. അതാണ് സെക്കൻഡ് ഇക്വേഷൻ, D2 ഈക്വൽ ടു VBT പ്ലസ് ഹാഫ് AT². പിന്നെ ഇക്വേഷൻ നമ്പർ 1നെയും 2നെയും കൂടി നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ B ഈസ് ഈക്വൽ ടു VBT, അതുപോലെ 2S ഈക്വൽ ടു ഹാഫ് AT² എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ 2S ഈക്വൽ ടു ഹാഫ് AT² എന്ന് ഹാഫ് ഇപ്പുറത്തേക്ക് വന്നാൽ 4S ആകും. അതുപോലെ എന് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ ബൈ A ആവും, 4S ബൈ A ആവും. T² ആണത്, T ഈക്വൽ ടു റൂട്ട് ഓഫ് 4S ബൈ A എന്ന് കിട്ടും. ഇത് പിന്നെ സ്ലൈഡിൽ എഴുതാൻ ബുദ്ധിമുട്ടുള്ളത് ഫിഗറായിട്ട് അയച്ചത്. ഇവിടെ ഷോർട്ട് സ്ലൈഡായിട്ട് കൊടുത്തത് കൊണ്ടാണ്, അതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത പോലെ. നിങ്ങൾ ജസ്റ്റ് നോട്ടിൽ എഴുതുകയാണെങ്കിൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുകയാണെങ്കിൽ കറക്റ്റ് കാര്യം മനസ്സിലാവുന്നതാണ് കേട്ടോ. അതുപോലെ ഇവിടെ ടേബിളിൽ ഓരോ വെലോസിറ്റിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം ഓവർടേക്കിംഗ് ആക്സിലറേഷനും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പോകുമ്പം നമുക്ക് നമ്മളെ സ്പീഡിനനുസരിച്ചിട്ട് വേണമല്ലോ ആക്സിലറേഷൻ കൂട്ടാൻ. ആ ഒരു ടേബിളാണ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് സേഫ് ആയിട്ടുള്ള ആക്സിലറേറ്റിംഗ് റേറ്റാണ് ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി
During overtaking operation, vehicle C moves at descent speed V cover the distance d3 equal to V into T. V എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയും സിൻ്റെയും രണ്ട് വെഹിക്കിളിൻ്റെയും വെലോസിറ്റി സെയിം ആണ്. അതിൻ്റെ ടി വി ഇൻറ്റു ടി എന്ന ആ ഒരു ഡിസ്റ്റൻസാണ് d3 എന്ന് പറയുന്നത്. അതുപോലെ ദ മിനിമം ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഫോർ ടു വേ ടു ലൈൻ റോഡ് ഈസ് ഈക്വൽ ടു d1 പ്ലസ് d2 പ്ലസ് d3. d1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ റിയാക്ഷൻ ടൈം, അതുപോലെ d2 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഓവർടേക്കിംഗ് ടൈം, d3 എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ d3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നിന്ന് വരുന്ന ഒരു വെഹിക്കിളിൻ്റെ ഡിസ്റ്റൻസ്, ആ വെഹിക്കിൾ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ആണ് d3. അപ്പോൾ മിനിമം എസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d1 പ്ലസ് d2 പ്ലസ് d3 ഫോർ ടു വേ. ഇനി വൺ വേ ആണെങ്കിൽ അല്ലെങ്കിൽ ഡിവൈഡ് ഹൈവേ ആണെങ്കിൽ OSD എന്ന് വെച്ചാൽ d1 പ്ലസ് d2. d3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വണ്ടിയുടെ ഡിസ്റ്റൻസ് ആണ്. പക്ഷേ ഓപ്പോസിറ്റിൽ നിന്ന് വരില്ലല്ലോ വൺ വേ ആണെങ്കിൽ. അതാണ് OSD ഈക്വൽ ടു d1 പ്ലസ് d2 എന്ന് കിട്ടിയത്. അപ്പോൾ അതത്രയേ ഉള്ളൂ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇനി നമ്മൾ ഓവർടേക്കിംഗ് സോൺസ് എന്താ നോക്കാം. ഈ ചില ഏരിയകളിൽ ജിയോമെട്രിക്കൽ ഫീച്ചേഴ്സിനനുസരിച്ച് അവിടെ ചിലപ്പോൾ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അത്രയൊരു ഡിസ്റ്റൻസിലുള്ള സ്ട്രൈറ്റ് പാത്ത് പ്രൊവൈഡ് ചെയ്യാൻ ചിലപ്പം പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള ഏരിയകളിൽ നോ പാസിംഗ് എന്നോ ഓവർടേക്കിംഗ് പ്രോഹിബിറ്റഡ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ സൈൻ പോസ്റ്റ് വെച്ചിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ ഓവർടേക്കിങ്ങിനായിട്ട് മാറ്റി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് പറയുന്നത് ഓവർടേക്കിംഗ് സോൺസ് ആർ പ്രൊവൈഡഡ് വെൻ OSD cannot be provided throughout the length of the highway. അതല്ലെങ്കിൽ സോൺസ് ഡെഡിക്കേറ്റഡ് ഫോർ ഓവർടേക്കിംഗ് ഓപ്പറേഷൻ മാർക്ക്ഡ് വിത്ത് വൈഡ് റോഡ്സ്. വൈഡായിട്ടുള്ള റോഡിൽ നിന്ന് കുറച്ച് വൈഡായിട്ട് ഏരിയ കൊടുത്തിട്ടുണ്ടാവും ഓവർടേക്കിനായിട്ട്. ദ മിനിമം ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺസ് ഷുഡ് ബി 3 times ഓഫ് സേഫ് ഓവർടേക്കിംഗ് ഡിസ്റ്റൻസ്. സേഫായിട്ട് ഓവർടേക്ക് ഡിസ്റ്റൻസിനേക്കാളുള്ള 3 times വിഡ്ത്ത് അവിടെ പ്രൊവൈഡ് ചെയ്യും. അതായത് 3 into d1 പ്ലസ് d2. അത് വൺ വേൻ്റെ കേസില്ല. ഇനിയിപ്പോൾ ടു വേൻ്റെ കേസിലാകുമ്പോൾ നമ്മൾ പറഞ്ഞു d3 ഉണ്ടാവും. അതായത് ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ആ ഒരു ഡിസ്റ്റൻസും കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 3 into d1 പ്ലസ് d2 പ്ലസ് d3 അതാണ് ടു വേൻ്റെ. ഇതൊരു മിനിമം ലെങ്ത് ആണ്. ഇനി ഡിസൈറബിൾ ലെങ്ത് പറഞ്ഞാൽ നമ്മൾ പൊതുവെ കൊടുക്കാറ് 5 times ആണ്. അതായത് 5 into d1 പ്ലസ് d2 ഫോർ വൺ വേ, അതുപോലെ 5 into d1 പ്ലസ് d2 പ്ലസ് d3 ഫോർ ടു വേ. അപ്പോൾ നമ്മൾ ബ്രെഡ്ത്ത് കൂട്ടുന്ന ഒരു സാഹചര്യം അതാണ് ഓവർടേക്കിംഗ് സോൺസിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെയാണ് എബൌട്ട് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. അപ്പോൾ പ്രോബ്ലംസൊക്കെ നമുക്ക് മൊഡ്യൂളിൻ്റെ എൻഡിലായിട്ട് നോക്കാം.